ഹായ് കൂട്ടുകാരെ, ഞാൻ പുതിയൊരു വീഡിയോയുമായി വന്നിരിക്കുകയാണ്. ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലുണ്ടാക്കിയ മീൻകറി എന്താണെന്ന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഉലുവാച്ചി മീനാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ആ ഉലുവാച്ചി മീൻ എങ്ങനെയാണ് ഞാൻ കറി ആക്കുന്നതെന്ന് കാണിക്കാൻ വന്നതാണ്. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ തന്ന് സഹായിക്കണം. എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാരോടും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇനിയും നിങ്ങളിൽ നിന്ന് സഹകരണം പ്രതീക്ഷിക്കുന്നു. ദയവേത് എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ കൂട്ടുകാരെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എനിക്ക് കറി വെക്കാനായിട്ടേ ഉലുവാച്ചി മീനാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് മീൻ കട്ട് ചെയ്യാം. അതിന് മുമ്പിട്ട് ഇതിനാവശ്യമുള്ള കറി വെക്കാൻ ആവശ്യമുള്ള മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തയ്യാറാക്കണം. അപ്പോൾ തേങ്ങ തിരിഞ്ഞെടുക്കാനായിട്ട് ഞാൻ ജീരകം എടുത്ത് ഫിറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് തേങ്ങ എടുത്ത് പാത്രം വെച്ചു. ഇനി തേങ്ങ ഒന്ന് തിരിഞ്ഞെടുക്കണേ. അപ്പോൾ ഞാൻ തേങ്ങ തിരിഞ്ഞിട്ടെ. തേങ്ങയൊക്കെ വേണ്ടേ തിരിഞ്ഞ് വെച്ചു. ഇനി എനിക്കിതൊന്ന് അരച്ചെടുക്കണം മിക്സിയിലിട്ടേ. അപ്പം പണ്ടുള്ളവർ കല്ലിലൊക്കെ ഇട്ട് അരയ്ക്കും. ഇപ്പോഴുള്ളവർക്ക് മിക്സി ആണല്ലോ. മിക്സിയിലൊക്കെ ഇട്ടൊന്ന് അരച്ചെടുക്കട്ടെ. ഇനി ഉലുവാച്ചി മീൻകറിക്ക് ആവശ്യമായ മുളക് പൊടി, മല്ലിപ്പൊടി, ചുവന്നുള്ളി, ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത്, തേങ്ങ ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സിയിലിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ മിക്സിയിലിട്ടൊന്ന് അരയ്ക്കാൻ പോവുകയാണ്. അതാണ്ടേ ഞാൻ നല്ലതുപോലെ മിക്സിയിലിട്ട് ഞാൻ ആ തേങ്ങയും മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി എല്ലാം കൂടെ ചേർത്ത കണ്ടോ നല്ലതുപോലെ അരച്ചിങ്ങനെ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഈ ബാക്കിയുള്ളത് നമുക്ക് നോക്കാം. ഇനി എനിക്ക് മീൻ കറിയിൽ ഞാൻ ചേർക്കുന്ന ബാക്കി സാധനങ്ങളായിട്ട് തക്കാളി ചേർക്കാറുണ്ട്, പച്ചമുളക്, പിന്നെ ഇച്ചിരി ഇഞ്ചി ചേർക്കാറുണ്ട്, ഒരു 2 അല്ലി വെളുത്തുള്ളി ചേർക്കാറുണ്ട്. ഞാൻ എല്ലാ കറിക്കും വെളുത്തുള്ളി, ഇഞ്ചി മിക്ക കറികളിലും ചേർക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ചേർത്തിങ്ങനെ വെച്ചിരിക്കുകയാണ്, അരിഞ്ഞെല്ലാം വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ മീൻ കറി അരപ്പ് ചേർത്ത് കൊടുക്കും. ഇനി ഇതിലേക്ക് ഞാൻ ആ അരച്ച് വെച്ച ആ ഗ്രേവി, മീൻ കറിയുടെ ആ അരപ്പ് കണ്ടോ അതൊന്ന് ചേർത്ത് നമുക്ക് മിക്സാക്കി എടുക്കാം. നമുക്ക് ആവശ്യത്തിന് ജ്യൂസാക്കി എടുക്കാം കണ്ടോ. ഞാൻ ഈ വെള്ളം കൂടെ ചേർത്ത് ഇതൊന്ന് ജ്യൂസാക്കി എടുക്കണം. കറിവേപ്പിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. കറിവേപ്പില ഇതെല്ലാം കൂടിട്ട് ഞാനൊന്ന് മിക്സാക്കി ഇതിനകത്തിന് ഉപ്പ് ചേർക്കണം. നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കണം. പുളി ചേർത്ത് കൊടുക്കണം. ഞാൻ വടക്കംപുളിയാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യാറുള്ളത്. ഇന്ന് വടക്കംപുളി ഇല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ നമ്മുടെ സാധാ പുളിയാണ് ഇന്ന് ചേർക്കുന്നത്, പിഴിപുളി. ഇനി എനിക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണേ. അപ്പം ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കുക. കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നോക്കണം. അപ്പം നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ആയോ എന്ന് നോക്കണം. ഞാൻ ഇങ്ങനെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ പിഴിപുളി, വടക്കംപുളി തീർന്നതുകൊണ്ട് പിഴിപുളി എടുത്ത് വെള്ളത്തിയിട്ട് വെച്ചേക്കുക. ഇതൊന്ന് നല്ലതുപോലെ പിഴിഞ്ഞ് കുറച്ച് പുളി ചേർത്ത് കൊടുക്കണം. ആവശ്യാനുസരണം പുളി ചേർത്ത്. ചിലർക്ക് പുളി ഒരുപാട് ഇഷ്ടമായിരിക്കും, ചിലർക്ക് പുളി അധികം വേണ്ട. അപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പുളി ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ ഈ പറഞ്ഞ പകുതി കടമ്പ കഴിഞ്ഞ് ഇനി എനിക്ക് മീനൊന്ന് കട്ട് ചെയ്യണം. അപ്പം മീൻ കട്ട് ചെയ്ത് ഇതൊന്ന് തിളച്ച് വരുമ്പോഴാണ് ഞാൻ മീൻ കട്ട് ചെയ്ത് ഇതിലേക്ക് ഇടുന്നത്. ഞാൻ പിഴിപുളി പിഴിഞ്ഞ് ഇതിൽ ഒഴിച്ചു കൊടുത്ത ആവശ്യാനുസരണം കേട്ടോ. ഇനി എനിക്ക് മീനൊന്ന് കട്ട് ചെയ്യുന്നത് വരെ നമുക്കിതൊന്ന് സിമ്മിൽ ഇങ്ങനെ വെക്കാം. നല്ലോണം തിളച്ച് വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത മീൻ കഷ്ണം നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി എനിക്ക് ഉലുവാച്ചി മീനൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനുള്ള പരിശ്രമമാണ്. ഭയങ്കര ചിരമ്പലായിരുന്നു കേട്ടാ. ഇതെല്ലാം ഒന്ന് കട്ടാക്കി എടുക്കുക. മീനെല്ലാം വൃത്തിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെനിക്കിനി ആ തിളയ്ക്കുന്ന മീൻകറിയിലേക്കൊന്ന് ഇട്ട് കൊടുക്കണേ. നല്ല രീതിയിൽ തിളയ്ക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ വെച്ച മീൻകറി വെക്കാനായിട്ടുള്ള ഗ്രേവി ഉണ്ടല്ലോ, നല്ല രീതിയിൽ തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഈ തിളയ്ക്കുന്ന കറിയിലേക്ക് വേണ്ടേ കഷ്ണം അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. നമുക്ക് ഈ മീനൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ എൻ്റെ കറി റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ മീൻ കറി കേട്ടോ. നല്ല ഉലുവാച്ചി ഇട്ട് വെച്ച് സൂപ്പർ മീൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. മിക്കുള്ളവർക്കും അറിയാം. എങ്കിലും ഇങ്ങനെയാണ് ഞാൻ കറി വെക്കുന്നത്. കടുവറുത്ത് വേണമെങ്കിൽ ഇടാം. ഇഷ്ടമുള്ളവർക്കൊക്കെ കടുവറുത്തിടാവേ. ഞാൻ അങ്ങനെയൊന്നും ഉപയോഗിക്കാറില്ല, കടുവറുക്കാറില്ല. അതെനിക്ക് ഇഷ്ടമല്ല കടുവറുക്കുന്ന കറി, അതുകൊണ്ട് കടുവറുത്തില്ല. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവർ എൻ്റെ കൂട്ടുകാരോടെല്ലാം ബായ്.